പാമ്പ് കയറുന്ന ഓലപ്പുരയിൽ നിന്ന് ഒരു കാലം നഷ്ടപ്പെട്ട ഈ അമ്മയും ക്യാൻസർ ബാധിതയായ മകളെയും പുതിയ വീട്ടിലേക്ക് കൈ പിടിച്ച് കയറ്റുമ്പോൾ ഈ പടുത മൂടിയ ഒരു വീട്ടിലാണ് ഞങ്ങൾ കിടക്കുന്നത്. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ആർമി ചേരണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമാണ്. കോച്ചിങ്ങിന് പോകാൻ എനിക്കുള്ള സാമ്പത്തികം എനിക്കില്ല. കൂലിപ്പണിക്കൊക്കെ പോകുന്ന കാരണം എനിക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് നോക്കണം. പിന്നെ വീട്ടിലും ബുദ്ധിമുട്ടൊക്കെ ചെയ്യുന്നവനെ കുറ്റം പറയാനും വിമർശിക്കാനും പറ്റുള്ളൂ. ഇത് പഠിക്കാം. ഭക്ഷണ സാധനങ്ങളുണ്ട്. ഞാൻ പോവാ, വീട് പണിയെ കുറച്ച് താമസിക്കും. അതുവരെ നിങ്ങളെ സേഫ് ആക്കി മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹലോ ഗീസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ ടോണി അച്ചായൻ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു. ആ ഒരു മനുഷ്യനെ കുറിച്ച് കേൾക്കാത്ത കഥകളില്ല. അദ്ദേഹത്തിന് സ്ത്രീകളോട് മോശമായി പെരുമാറും, അദ്ദേഹത്തിന് കുറച്ച് വോയിസുകൾ, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ആ ഒരു മനുഷ്യനെതിരായിട്ട് പല ആൾക്കാരും അദ്ദേഹത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് ചെയ്തു കൂട്ടി. ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിരുന്നു. പക്ഷേ ആ ഒരു മനുഷ്യൻ തളർന്നില്ല. വീണ്ടും അദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോയി പാവങ്ങളെ സഹായിക്കുക, വീട് വെച്ച് കൊടുക്കുക, ആരുമില്ലാത്തവർക്ക് സഹായം നൽകുക, അങ്ങനെയുള്ള ഒരുപാട് പുണ്യപ്രവൃത്തികൾ അദ്ദേഹം തുടർന്നുകൊണ്ട് തന്നെയിരുന്നു. പക്ഷേ ഇത് കണ്ടിട്ട് ആർക്കൊക്കെയോ അസൂയ മൂത്തിട്ടാന്ന് തോന്നുന്നു ആ ഒരു മനുഷ്യനെ ഇല്ലാതാക്കാനായിട്ട് പല വഴിയും നോക്കി. പക്ഷെ അവിടെ ഒന്നും തോൽക്കാതെ ടോണി അച്ചായൻ വീണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും നമുക്ക് ഒന്ന് രണ്ട് വീഡിയോസ് കണ്ടിട്ട് വരാം. പാമ്പ് കയറുന്ന ഓലപ്പുരയിൽ നിന്ന് ഒരു കാലം നഷ്ടപ്പെട്ട ഈ അമ്മയും ക്യാൻസർ ബാധിതയായ മകളെയും പുതിയ വീട്ടിലേക്ക് കൈ പിടിച്ച് കയറ്റുമ്പോൾ അതിലും വലിയ പുണ്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട്ടിൽ കിടക്കണമെന്ന് ഒരു സ്വപ്നം പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. ചേച്ചി, അമ്മയുടെ കാല് മുറിച്ചിട്ട് 4 മാസമായുള്ളൂ. ഇതിനകത്ത് പാമ്പ് കയറി, ഈയിടയ്ക്കും പാമ്പ് കയറി. ഞങ്ങൾ കിടക്കാന്നും പറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾക്ക് ആരും. ഈ വീടിന്റെ മുകളിൽ കൂടെയാണ് പാമ്പ് ചാടുന്നത്. താഴെ കെട്ടിവെച്ചോണ്ടാ ഞങ്ങൾ കടന്നതിന് പൂട്ടൊന്നുമില്ല, അതിനും പൂട്ടൊന്നുമില്ല. ബാത്റൂമിലോ പൊളിഞ്ഞ ബാത്റൂമിലാണ് ഞങ്ങളും പോകുന്നത്. ഇതാണോ നിങ്ങളുടെ ബാത്റൂം? ബാത്റൂം അതാ. ഈ അമ്മയുടെയും ഈ ചേച്ചിയുടെ കരച്ചിൽ കണ്ട നമ്മൾ എന്താ ചെയ്യാ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യുന്നവനെ കുറ്റം പറയാനും വിമർശിക്കാനും പറ്റുള്ളൂ. ഇത് പഠിക്കാം. ഭക്ഷണ സാധനങ്ങളുണ്ട്. ഞാൻ പോവാ, വീട് പണിയെ കുറച്ച് താമസിക്കും. അതുവരെ നിങ്ങളെ സേഫ് ആക്കി മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത വരവിന് വേണ്ടി. ആ വരവെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കുന്ന എനിക്ക് ആ ഒരു അമ്മയുടെയും ആ ഒരു മകളുടെയും സന്തോഷം കണ്ടപ്പോൾ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു സങ്കടമാണോ സന്തോഷമാണോ എന്നറിയില്ല. എന്താ പറയുക, കണ്ണ് നിറഞ്ഞു പോയെന്ന് വേണം പറയാനായിട്ട്. കാരണം ആ ഒരു മനുഷ്യൻ ഇതുപോലെ പാവപ്പെട്ട ആൾക്കാരെയാണ്, ഒരു സഹായം ആവശ്യമുള്ളവരെ തന്നെയാണ് അദ്ദേഹം സഹായിക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ ആ ഒരു അമ്മയും മകളും. അതിൽ അമ്മയുടെ കാലൊരെണ്ണം മുറിച്ചതാണ്, അവർക്ക് വയ്യാത്തതാണ്. അവർ കിടന്ന ആ ഒരു കുടില് കണ്ടില്ലേ, ഓല മേഞ്ഞൊരു വീട്, അതിൽ മേളിൽ പാമ്പും എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവരെ, അല്ലെങ്കിൽ ആ അത്രയും ദുരിതത്തിൽ കിടക്കുന്ന ആൾക്കാർക്കാണ് അദ്ദേഹം സഹായമായിട്ട് എത്തുന്നത്. അങ്ങനെയുള്ളവരെ വേണം സഹായിക്കാൻ. നമുക്കറിയാം, അർഹതപ്പെട്ടവരെ നമ്മൾ സഹായിക്കണം. കാരണം അവരൊക്കെ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തതും കയറി കിടക്കാൻ നല്ലൊരു വീട് പോലും ഇല്ലാത്ത ആ ഒരു അമ്മയ്ക്കും ആ ഒരു മകൾക്കും നല്ലൊരു സഹായം തന്നെയാണ് ഈ അച്ചായൻ ചെയ്തത്. ഞാൻ ആദ്യമായിട്ടാണ് അച്ചായൻ്റെ അമ്മേനെ കാണുന്നത്. എന്തായാലും ഈ ഒരു വീട് എല്ലാം നിർമ്മിച്ച് നൽകിയിട്ട് അവസാനം താക്കോല് കൊടുക്കാനായിട്ട് അച്ചായൻ്റെ അമ്മയാണ് എത്തുന്നത്. എന്താ ഈ ഒരു മനുഷ്യനെ കുറിച്ച് പറയേണ്ടതെന്നറിയില്ല. എന്തിനാണ് ഈ ഒരു മനുഷ്യനെ തകർക്കാൻ വേണ്ടിയിട്ടും ആ ഒരു വ്യക്തിയെ മോശക്കാരനാക്കാനും വേണ്ടിയിട്ട് ആരൊക്കെയോ ചേർന്ന് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നെല്ലാം കരകയറി അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പാവങ്ങളെ സഹായിച്ചുകൊണ്ടും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ കാലത്ത് അതുപോലെ ഒരു വീട് വയ്ക്കാൻ എത്ര ലക്ഷം രൂപ വേണ്ടി വരും? അപ്പോൾ ആ ഒരു മനുഷ്യന് എന്ത് കാര്യം ഇരിക്കുന്നു അങ്ങനെ ചെയ്യാനായിട്ട്? അയാൾക്ക് എന്തെങ്കിലും മനസ്സിൽ എന്തെങ്കിലും വേറെ ഒരു ദുഷ്ടചിന്തയുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ അദ്ദേഹം ഇതുപോലെയുള്ള പാവപ്പെട്ട ആൾക്കാരെയാണ് സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഈ ഒരു മനുഷ്യൻ്റെ വളർച്ച കണ്ടിട്ട്, അദ്ദേഹത്തിന് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ജ്വല്ലറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ പാവങ്ങളെ സഹായിക്കുന്നു. അപ്പോൾ മറുവശത്തും കൂടെ ദൈവം അദ്ദേഹത്തിന് അതിനുള്ള ഒരു പങ്ക് കൊടുക്കുന്നു, അത്രമാത്രം. അല്ലാതെ എന്താ നമ്മൾ പറയേണ്ടത്? ഈ ഒരു നല്ല സൽപ്രവൃത്തി ചെയ്യുന്ന മനുഷ്യനെ കരിവാരി തേക്കാൻ കുറേ ആൾക്കാരുണ്ട്. അദ്ദേഹം എന്താ പറയുക, സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു. എന്തൊക്കെയായിരുന്നു AI വെച്ചിട്ട് ഈ അച്ചായൻ്റെ വോയിസ് വരെ അടിച്ചിറക്കി.
ആ ഒരു മനുഷ്യനെ ഇല്ലാതാക്കാനായിട്ട്. എന്നിട്ട് അദ്ദേഹം തളർന്നോ? ഒരിക്കലും തളർന്നിട്ടില്ല, മുന്നോട്ട് തന്നെ. എനിക്ക് പറയാനുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ആർക്കും, അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുള്ള ആൾക്കാർ പോലും ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യത്തില്ല. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മനസ്സുള്ളത് അപൂർവം ചില ആൾക്കാർക്ക് മാത്രമാണ്. അങ്ങനെയുള്ളവർ ചെയ്തോട്ടെ. നമ്മളെ കൊണ്ടോ 10 രൂപ ആർക്കെങ്കിലും കൊടുക്കാനോ ഒരു സഹായം ചെയ്യാനോ പറ്റുന്നില്ല. അപ്പോൾ ചെയ്യുന്നവരെങ്കിലും അത് ചെയ്യട്ടെ എന്നല്ലേ വിചാരിക്കേണ്ടത്. അങ്ങനെയല്ല, ആരെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്ന കണ്ടാൽ ആ ആളെ സമൂഹത്തിന് മുന്നിൽ മോശക്കാരനാക്കണം. അതിനു വേണ്ടിയിട്ട് കുറേയധികം ആൾക്കാരുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ സന്തോഷവും സങ്കടവും ഒക്കെ തോന്നിപ്പോയി. ആ ഒരു അമ്മയുടെയും മോളുടെ ആ ഒരു അവസ്ഥ കണ്ട് അവരെ നല്ല രീതിയിൽ നല്ലൊരു വീട്ടിലേക്ക് മാറ്റുകയും അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുകയും ചെയ്ത ആ ഒരു മനുഷ്യന് എന്നും അദ്ദേഹത്തിന് അനുഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹം അദ്ദേഹത്തോട് ഒപ്പം തന്നെയുണ്ട്. ഈ പടുത മൂടിയ ഒരു വീട്ടിലാണ് ഞങ്ങൾ കിടക്കുന്നത്. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ആർമി ചേരണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമാണ്. കോച്ചിങ്ങിന് പോകാൻ എനിക്കുള്ള സാമ്പത്തികം എനിക്കില്ല. കൂലിപ്പണിക്കൊക്കെ പോകുന്ന കാരണം എനിക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് നോക്കണം. പിന്നെ വീട്ടിലും ബുദ്ധിമുട്ടൊക്കെ ആയ കാരണം എനിക്ക് നോക്കാനൊരു ബുദ്ധിമുട്ടാണ്. മറ്റൊരാൾക്ക് വേണ്ടി സഹായം ചോദിച്ചാണ് ഈ മനു എന്ന് പറയുന്ന പയ്യൻ എൻ്റെ അടുത്ത് വന്നത്. പക്ഷെ അവൻ്റെ കഥ കേട്ടപ്പോൾ അതിലും സങ്കടമാണ്. കാരണം അവന് വീടില്ല. ഞാൻ തന്നെ അവിടെ പോയത് എനിക്കറിയാം എന്താ പ്രയാസം. അവിടെ ചെന്ന് വിടാൻ പോലും പാടുപെട്ട്, അതായത് വനത്തിനുള്ളിൽ ആ കുടിലിൽ ഇവൻ താമസിക്കും. കൂലിപ്പണി ചെയ്ത് ഈ വീട് പോറ്റുന്നതിൻ്റെ ഇടയ്ക്ക് ഇയാളുടെ ആഗ്രഹമാണ് ആർമിയിൽ പോയി ജോയിൻ ചെയ്യണമെന്നുള്ളത്. ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ താഴെ പോയിരുന്ന ഈ തുളസിയില വരച്ചൊക്കെയാണ് ഞാൻ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച്. ഇവിടെ എന്ന് വെച്ചാൽ അനിയത്തി കുളിക്കുന്നത്. ഞാൻ എൻ്റെ മുണ്ടോ അല്ലെങ്കിൽ സാരി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളൊന്ന് മറച്ചു വെക്കും. ഞങ്ങൾ ഇച്ചിരി നേരം കണ്ണടയ്ക്കുമ്പോഴത്തേക്ക് ആന എന്തായാലും ഈ പ്രദേശത്ത് ഇവിടെ എല്ലാം വന്ന് നിൽക്കുമ്പോഴത്തേക്ക് അച്ഛൻ പറയാം, എഴുന്നേക്ക് മക്കളെ കണ്ട് ആന വന്ന് നിൽക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കിടന്നുറങ്ങാൻ പറ്റത്തില്ല. കൂട്ടരന്മാരെല്ലാവർക്കും നല്ല വീട് മാത്രം വീട് ഇങ്ങനെ 4 ലക്ഷം രൂപയുണ്ട്. ഈ വീടിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇനി വന്നേടോ, എന്താ ആഗ്രഹം? എനിക്ക് ആർമി പോകണം. അതുപോലെ കൊല്ലത്ത് എനിക്കൊരു ആർമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ട്രെയിനിങ് വന്നിട്ടുണ്ട്. എനിക്കതിന് ചിലവെന്ന് പറഞ്ഞൊരു 37,000 രൂപ അതിന് ചിലവ് വരുന്നുണ്ട്. 37,000 രൂപ ഫീസ്. ഈ 2 ലക്ഷം രൂപ വിളിച്ചു. നാളെ തന്നെ താൻ പോയി അവിടെ ചേർന്ന് എൻ്റെ അടുത്ത് തന്നെ താൻ വരണം. കണ്ടല്ലോ, ഈ അച്ചായനെ കുറ്റം പറയുന്നവരും അച്ചായനെ സമൂഹത്തിന് മുന്നിൽ മോശക്കാരാക്കാൻ ശ്രമിക്കുന്നവരും ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നവരല്ല, ഇതുപോലുള്ള സൽപ്രവൃത്തികൾ ചെയ്യുകയോ പാവങ്ങളെ സഹായിക്കുകയോ എന്തെങ്കിലും ചെയ്യുന്നവരാണോ ഈ പറയുന്ന അച്ചായനെ കുറ്റം പറയുന്നത്? ഒരിക്കലുമില്ല. മറ്റുള്ളവർ എന്തെങ്കിലും നല്ല പ്രവൃത്തികൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്ന കണ്ടാൽ അത് കണ്ണിക്കടി മൂത്തിട്ട് അവരേതെങ്കിലും രീതിയിൽ തകർക്കണം. അവർ നല്ലത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അവർ സമൂഹത്തിന് മുന്നിൽ പിന്നെ മോശക്കാരനാകണം. അതിനു വേണ്ടിയിട്ട് കുറച്ചധികം ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ചില ആൾക്കാരാണ് ഈ അച്ചായനെയും തകർക്കാൻ ശ്രമിച്ചത്. പക്ഷേ അവിടെ ഒന്നും തകരാതെ ആ ഒരു മനുഷ്യൻ ഇന്നും ആ പഴയ രീതിയിൽ തന്നെ പുള്ളി ചെയ്തുകൊണ്ടിരുന്ന പുണ്യപ്രവർത്തികളും സഹായങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. എന്തായാലും അതുകൊണ്ട് തന്നെ ഒരുപാട് പാവങ്ങൾക്ക് സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരെ സഹായിക്കുന്ന വീഡിയോ കാണുമ്പോൾ തന്നെ എന്താ പറയുക, വല്ലാത്തൊരു സന്തോഷമാണ് തോന്നുന്നത്. കാരണം ഒരുപാട് പാവപ്പെട്ട കയറി കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാത്ത ആൾക്കാരെ പാത്രം അറിഞ്ഞ് ദാനം ചെയ്യുക എന്ന് പറയാറില്ലേ, അതുപോലെ തന്നെ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് തന്നെയാണ് സാമ്പത്തിക സഹായം ആയിക്കോട്ടെ വീടായിക്കോട്ടെ എല്ലാം കിട്ടുന്നത്. അങ്ങനെ തന്നെയാവട്ടെ, ഇനിയും മുന്നോട്ട് തന്നെ അദ്ദേഹം പോട്ടെ. ഇനിയും ഒരുപാട് പാവപ്പെട്ടവർക്ക് അദ്ദേഹത്തിൻ്റെ സഹായങ്ങൾ എത്രയും പെട്ടെന്ന് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു.